ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഹെൽബോയ്. ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ആദ്യത്തെ ഇത് തന്നെ ഒരു ഹൊറർ ഇന്ന് നമുക്ക് തുടങ്ങാമെന്ന് വെച്ചു. അപ്പം നമുക്ക് നേരെ ഗ്രാനി 3യുടെ ഗെയിം പ്ലേ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഗ്രാൻഡ് പേ ഇട്ട് തന്നെ തുടങ്ങാം. ഫ്രണ്ടിനെ അടക്കട്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ നേരെ ഒരു ഗേറ്റിലേക്ക് പോകുന്നു. നൈസ്. ഇത് നമ്മൾ അതിശയിക്കേണ്ട കാര്യം, നമ്മൾ എന്തിനാണ് ഈ വീട്ടിൽ പോകേണ്ട ആവശ്യം? മര്യാദയ്ക്ക് അതുവഴി എങ്ങാണ്ട് പോയി നമ്മൾ ഈ വീട്ടിൽ കയറി താമസിക്കാൻ പോവാണ്. ഇനി എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിതാ കടന്നു വരുന്നു, ഗേറ്റ് അടയുന്നു. ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ, സെറ്റ് വീടൊക്കെയാണ്. വീടൊക്കെ അത്യാവശ്യം കൊള്ളാം. ഇവരല്ലെങ്കിൽ വേറെ എത്രയോ സ്ഥലങ്ങൾ മതിൽ ചാടിയെങ്കിലും ചാടിക്കൂടാടാ. നീ പിന്നെ ഈ ഗ്രാനിയുടെ വീട്ടിലോട്ട് ഇടിച്ചാൻ കയറുക. എന്നെ വന്ന് എടുത്തോന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരി എടുക്കാതിരിക്കുന്നതിന് തെറ്റുണ്ടോ? എടുക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പം നമ്മൾ നേരെ പോന്നു. നൈസ്. കൊള്ളാം, വെൽക്കം. അപ്പൂപ്പ എന്നെ വെടി വെക്കില്ല കേട്ടോ. പുള്ളി അത് കേട്ടില്ല. പുള്ളിക്ക് വെടി വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഇത് കഴിഞ്ഞ് ഡേ 1. അപ്പം ഇവിടെ നിന്നാണ് കളി തുടങ്ങുന്നത്. എന്ത് സംഭവിക്കാമെന്ന ഒരു കളി. ഈ ഡോറ് തുറക്കുന്നതാണ് ഗൈസ് ഏറ്റവും മെയിനാണ്. ഈ ഗെയിമിലെ ഡോറ് തുറക്കുന്നതാണ് ഏറ്റവും മെയിൻ. ഇതും തുറന്ന് നേരെ വെളിയിലോട്ട് എങ്ങാണ്ട് പോയിട്ടുണ്ട്. നേരെ ഈ ചാനില്ലാതെ ഇച്ചിരി സമാധാനം കിട്ടിയപ്പോൾ ഉടനെ ഇലക്ട്രി. അപ്പൂപ്പൻ ഗൈസ് നേരെ വന്ന് നേരെ അപ്പൂപ്പൻ്റെ ഗൈസ്. ഡേ 1 കഴിഞ്ഞ് ഡേ 2 നമ്മളിത് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ് ഹെൽബോയ്. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുന്ന എനിക്ക് എനർജി കിട്ടുക. അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് ഇതിലും എനർജി ആയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കില്ല. ലൈക്കും സബ്സ്ക്രൈബും ആ ബെല്ലും ആണ് കേക്ക്. അപ്പം ഇങ്ങോട്ടെങ്ങാനും കയറി വന്നാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഈ പെണ്ണുമ്പുള്ള ഇതുള്ളാത്ത ഇങ്ങനെ എന്നെ വിട്ടു പോകത്തില്ല. ഈശ്വര. നമ്മൾ വിളിച്ച് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പൂപ്പം വന്ന് വിളിച്ചു. കൊണ്ടുപോകുന്നു ബാക്കിയുള്ള പോയ ബേസ്. നമുക്ക് ഇതിനകത്ത് എന്തുണ്ടെന്ന് മണ്ടയ്ക്കത്തെ സാധനത്തിനകത്ത് നമ്മളൊരു ഇലക്ട്രിക് സ്വിച്ച് അതേ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ ഇനി എന്ത് വേണമെന്ന് നോക്കാം. ഇതിനകത്തൊന്നുമില്ല. ഫ്രണ്ടറിയന് വലിയ വിഷയമാണ് ഗൈസ്. പുള്ളിക്കാരി നമ്മൾ ഒരു കുഴപ്പമില്ലെന്നാണ് നടക്കുന്നത്. സേഫ് കീ. ഓക്കെ, ഗുഡ്. ഇതിനകത്തൊന്നും ഒന്നുമില്ല. പിന്നെ എന്തിനാ മാച്ച് ബോക്സ് കൊള്ളാം. സേഫ് കീ എവിടെ? ഓക്കെ, ഇതിനകത്തൊന്നും ഒന്നുമില്ല ഗൈസ്. വെറുതെ വന്നു. ലൈറ്റ് നമുക്ക് അപ്പൂപ്പനല്ല വേറെ കയറി. എൻ്റെ പിന്നെ ഇതിന് ഭയങ്കര സ്പീഡില്ല കേട്ടോ. ഒട്ടും സ്പീഡില്ല. പറയാതിരിക്കുന്നു ഇങ്ങനെ. ഇത് ഓർക്കണം. ഈശ്വര, അപ്പൂപ്പനെങ്ങാനും വന്നാൽ അത് മതി, കാര്യമായി. ഇവിടെ അങ്ങാണ്ടല്ലായിരുന്നു ഈ സേഫ്റ്റി ഉപയോഗിക്കണ്ടേ? യെസ്.
ബ്രിഡ്ജ് റാങ്ക് കൊള്ളാം. അതൊന്നും വൻ വിഷയമാണ് ഈ ചേച്ചി കേട്ടോ. ഞാനിത് സമ്മതിക്കില്ല, ഇത് ന്യായവിരുദ്ധ. മണ്ടക്കോട്ട് പോകാൻ കേസ് അല്ല, അപ്പൂപ്പൻ്റെ റൂമിൽ ചെന്ന് ഉറങ്ങാൻ കേസ്. അപ്പൂപ്പൻ വരുമ്പം പറയുന്ന തോക്ക് തട്ടെടുക്കുക, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം മണ്ടക്കോടൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഒന്ന് നോക്കാം കേസ്. ഒരു തേങ്ങ ഇട്ടിട്ടുണ്ട് എന്തായാലും. ഓക്കെ, പൊതിക്കാനുള്ളതായി. അതൊന്നും ഇല്ല. ഈ കഥയൊന്നും ഇഷ്ടമായിരുന്നു. നമുക്ക് അടി കയറി വിളിച്ചിരിക്കാം ഗൈസ്. ഓ ഗൈസ്, കുറേ നേരം ഞാൻ എടുത്തപ്പോൾ അപ്പൂപ്പൻ വന്ന് ഗൈസ്. അതൊക്കെ അവിടെ ഒരു ബ്രിഞ്ച് നമുക്ക് അപ്പൂപ്പനെ വരും. ഈശ്വര, എങ്ങനെയാണ് ഇപ്പോൾ എണ്ണീറ്റ് കഴിഞ്ഞാൽ ഗൈസ്. അപ്പൂപ്പൻ്റെ കാര്യം നമുക്ക് തൂക്കം കിട്ടി. അപ്പോൾ ഏകദേശം സെറ്റായി. ബ്രിഡ്ജ് റാങ്ക് ഇതുവരെ നമുക്ക് കിട്ടി. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ സാധനവും കിട്ടിയാണ്ട്, ഇലക്ട്രിക് സ്വിച്ചും കിട്ടി. അപ്പോൾ നിങ്ങൾക്കറിയാം മണ്ടയ്ക്കൊരു സാധനം അവിടെ ഇരിപ്പുള്ളത്, നിങ്ങൾക്കറിയാമെന്ന് അറിയത്തില്ല. അത് നമുക്ക് ഈ തോക്കൊന്ന് ഇച്ചിരി സേഫായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നും കയറത്തില്ല, ഇങ്ങോട്ടിടാം. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ ഈ നാളികേരം എടുത്ത് അവിടെ കൊണ്ടുവെക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫിറ്റ് ചെയ്തു കോയിൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന എസ്കേപ്പാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന എസ്കേപ്പ് ചെയ്യാം. നമുക്കിപ്പം കൈ കിട്ടുന്ന സാധനങ്ങൾ വെച്ചുള്ള എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്പം കിട്ടിയത് കോയിനാണ്. അപ്പം കോയിൻ ട്രെയിനിൻ്റെ അവിടെ യൂസ് ചെയ്യും. നമുക്ക് അത് ഈ കാറിൻ്റെ ഇടയ്ക്കൊക്കെ ചില സമയത്ത് സാധനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ പ്രാവശ്യമില്ല. നേരെ കൊണ്ട് താഴെ ഇടാം. താഴെയാണ് ഇലക്ട്രിക് സ്വിച്ചിൻ്റെ ആവശ്യം, താഴെയാണ്. ഇതിപ്പോൾ ഡ്രോപ്പ് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. ചക്കുപോയി. പൂവൻ എണ്ണീറ്റാണോ? തോക്കെടുത്ത് കൊടുക്കാൻ സമയമായോ? നമുക്ക് ഒരെണ്ണൂടെ കൊടുത്തിട്ട് വരാം. അപ്പൂപ്പ കമോൺ, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഈ പുള്ളിക്കാരൻ വരുന്നില്ലല്ലോ ഗൈസ്. കുറേ നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഗൈസ്. അപ്പോൾ അപ്പൂപ്പ വന്നിരിക്കുന്നു. അപ്പൂപ്പ ഇതിനാണല്ലോ ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പം അതുകൊണ്ട് വലിയ ശല്യമാണ് ഇതുകൊണ്ട്. പെട്ടെന്ന് നമ്മുടെ ടൈം കെയറിൻ്റെ പിന്നെ ഡ്രോപ്പ് ചെയ്തു. നമുക്ക് നേരെ ഇതിന് എന്ത് നമുക്ക് ആ സ്വിച്ച് എടുത്ത് ഇനി കൊണ്ടുവെക്കണം. സ്വിച്ച് എടുത്ത് താഴെ വരെ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടിടാം. പിന്നെ കുറേ കണ്ടുപിടിക്കാനുണ്ടല്ലോ. ഇനി അടുത്ത കോയിൻ എടുക്കുക. അപ്പം നമ്മൾ ട്രെയിൻ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം ഇതിനകത്ത് നോക്കണമല്ലോ ഉണ്ടോ? ഇതിനകത്തില്ല ഗൈസ്, ഇതിനകത്തൊന്നുമില്ല. ഉണ്ട് വെപ്പൺ കീ. പക്ഷെ വെപ്പൺ കീയുടെ ആവശ്യം എനിക്കിവിടെ ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു അപ്പൂപ്പൻ ഇപ്പോൾ എണ്ണീറ്റ് കാണുമെന്നാണ് ഗൈസ് തോന്നുന്നത്. അത് നോക്കാം. എങ്ങാണ് എണ്ണീറ്റ് കഴിഞ്ഞാൽ ഉറപ്പാ. ഇത് ഡേ 2 ആണ് ഗൈസ്. അങ്ങനെ അപ്പൂപ്പൻ ഇട്ടൊരു വെടിയും കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വെടിയായിരുന്നു. എന്ത് സിമ്പിളായിരുന്നു, കളി ജയിക്കായിരുന്നു. നേരെ താഴെ ഒരു സാധനം കൂടെ പൊട്ടിക്കാനുണ്ട് ഗൈസ്. ഈ സാധനമാണ് ഗൈസ് നമുക്ക് പൊട്ടിക്കാനുള്ളത്. പൊട്ടിച്ചു. ഇതിനകത്ത് എന്തോ ഷെഡ്
ക്രൗബർ. ഇത് നമുക്ക് ക്രൗബർ എടുത്ത് അവിടെ എന്താണെന്ന് നോക്കാം. ഫയർവുഡ്, പിന്നെ ഒരു തരങ്ങളുണ്ട് ക്രൗബർ വേണ്ടത്. അപ്പോൾ നമുക്ക് വേഗം പോവാം. അപ്പോൾ ഈ സബപ്പിനിട്ട് ഒന്നുകൂടെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫയർവുഡ് ഷെഡ്. അപ്പോൾ ഇത് മാച്ച് സ്റ്റിക്ക് നമ്മൾ ഇട്ടുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. നമുക്കത് ഇതെടുത്ത് നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പം നോക്കാം, എന്തായാലും സെറ്റ് ചെയ്യാം. അയ്യോ ഇത് ഇത് 3 ഓണായിട്ടുണ്ട്. ഇനി ഷെഡ് കീ എടുക്കുക. ഷെഡ് കീ എടുത്ത് ഷെഡ് തുറക്കുക. അപ്പം ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കേബിൾ വേണം. ഇതിത്ര എടുത്ത് എന്തായാലും പോവാം. തോക്ക് വേറെ ആവശ്യമുള്ള വേറെ സ്ഥലങ്ങളുണ്ട്. ഗൈസ് അപ്പം നമുക്ക് ഇത് ജനറേറ്റർ കേബിൾ കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പ് ചെയ്യാം. ബോക്സ് എടുക്കാം. ഇതെടുത്ത് ഡ്രോപ്പ് ചെയ്യുക. തോക്കെടുക്കുക. തോക്ക് ഡ്രോപ്പ് ചെയ്യില്ല. പിന്നെ അപ്പം ഇത് ഏകദേശം ഓക്കെ ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൂപ്പൻ്റെ തോക്കിൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. ഇതുകൊണ്ടെന്തായാലും ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ പോയി. അപ്പൂപ്പനും അപ്പൂപ്പ അസുഖമാണോ? ഈശ്വരത എന്താ വരുന്ന കാലമാടൻ. ഈശ്വര ദൈവം, എനിക്ക് ആ വെപ്പണിക്ക് എടുക്കണ്ടായിരുന്നു. ആ സമയത്ത് വെച്ച് വലിയ അബദ്ധമാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് അപ്പൂപ്പനെ അറൗണ്ട് ചുറ്റിച്ചിട്ടും എല്ലാം പോകും. എന്താ ഗൈസ് ഇത് കയറി അപ്പൂപ്പനെ എപ്പോഴത്തേക്ക് ഇവിടെ വന്നത്. ഗൈസ് തോക്ക് കിട്ടി. അപ്പൂപ്പ കമോൺ 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 ലെറ്റ്സ് പ്ലേ ഫ്രീ ഫയർ. ഗൈസ് അപ്പൂപ്പൻ ഓടിപ്പോയോ? അപ്പൂപ്പൻ എന്ത് ചെയ്യേ? അപ്പൂപ്പനെ കാണുവാനില്ല, പരാതി. ഗൈസ് ആഫ്റ്റർ എ ലോങ് ടൈം അപ്പൂപ്പനെ തീർത്ത്. ഇനിയിപ്പോൾ ഈ ജനറേറ്റർ കേബിൾ വെക്കാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് എൻ്റെ പൊന്നോ. ഇവിടെ വെച്ചു. കറണ്ട് നമുക്ക് നേരെ ചെടിയും കൂടെ അവിടെ കൊണ്ടിടാം. എന്തായാലും ഇപ്പോൾ അപ്പൂപ്പൻ എന്തായാലും ഇല്ലല്ലോ. അപ്പോൾ ഗൈസ് ആഫ്റ്റർ എ ലോങ് ടൈം നമുക്ക് ട്രെയിൻ കീ കിട്ടിയിട്ടുണ്ട്. ഇത് നേരെ നമ്മൾ താഴോട്ടിടാം. താഴെ പോണേ താഴെ പോയില്ല. ഈശ്വര. ഗൈസ് അങ്ങനെ വീണ്ടും അപ്പൂപ്പൻ്റെ അടി കൊണ്ട് താഴെ വീണ്. അപ്പൂപ്പൻ്റെ തോക്ക് കിട്ടുമോയെന്നറിയത്തില്ല. ഇനി ഡേ 3-ലെത്തേക്ക് പക്ഷേ നമ്മളിപ്പോൾ തന്നെ കുറേ കണ്ടുപിടിച്ചു ഗൈസ്. ഇനി നമുക്കൊരു ആക്സിലേറ്ററോടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ എസ്കേപ്പ് ചെയ്യാനുള്ളത്. നമുക്കിനി ആക്സിലേറ്ററിൻ്റെ പുറകെയാണ് ഗൈസ് നമ്മൾ ഓടുന്നത്. ഗൈസ് എൻ്റെ തോക്ക് പോയി. ഞാൻ അവിടെ ഇട്ടിരുന്നേ. അപ്പൂപ്പൻ്റെ കയ്യിൽ ഇപ്പോൾ ആ തോക്ക് കിട്ടി ഗൈസ്. ഇപ്പം നമുക്ക് അപ്പൂപ്പൻ കാണാതെ വേണം എല്ലാം ചെയ്യാൻ. കൊന്നിട്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഇവിടെയൊക്കെ തോക്കില്ല. അപ്പോൾ ഇനി വെപ്പൺക്ക് അല്ലെങ്കിൽ എടുക്കണം ഒന്നെങ്കിൽ. പക്ഷെ അതും പാടാം. അപ്പോൾ നമുക്ക് നേരെ ആക്സിലേറ്റർ വെപ്പാം. ഗൈസ് മണ്ടയ്ക്കൊന്ന് പോയി നോക്കിയതാ. അപ്പൂപ്പനപ്പോൾ ഉറങ്ങുമായിരുന്നു. ഞാൻ വന്ന സമയത്ത് എണീറ്റ് ഗൈസ്. നോക്കാം. എല്ലാം വിചാരിച്ച പോലെ തന്നെ പോകുന്നുണ്ട്. നമുക്ക് പ്ലാങ്ക് കിട്ടി. അപ്പോൾ നമുക്ക് പ്ലാങ്ക് കൊണ്ട് ഇവിടെ അല്ല വരണ്ടേ, അങ്ങോട്ടാണ്. അതിൽ നമുക്ക് ഇവിടെ ഇടാം ഇപ്പോൾ തൽക്കാലത്തേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ചെടി എടുക്കുന്നത് വിജയിച്ചു. ചെടി എടുത്തു കൊണ്ടിടാം. എന്ത് കിട്ടുമെന്നുള്ള അറിയത്തില്ല. ശരിടാ ഇത് പൊന്നി റെഡി. അതിനകത്താണ്
എന്തോ തരുന്നു നോക്കട്ടെ. ഹെഡ് സോട്ടർ എല്ലാം തന്നിരുന്നു, എന്തെല്ലാം തരുന്നു. അടുത്തൊരു വിഷയ ലോക്ക് ഇതുകൊണ്ട് എനിക്ക് ആക്സിലേറ്റർ ആണ് വരുന്നത്. നോക്കി ഇനി അവിടെ കാണാൻ വല്ലതും ഉണ്ടോയെന്ന്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വേറെ താഴെ ഇറങ്ങിയേ പറ്റൂ. അതിൻ്റെ അപ്പുറത്ത് എന്താ നോക്കാം ഗൈസ്. പിന്നെ ആക്സിലേറ്റർ ഗൈസ്. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള സാധനം കിട്ടി, ആക്സിലേറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി നേരെ താഴോട്ട് പോവാം. എസ്കേപ്പ് ചെയ്യാനുള്ള എല്ലാം കിട്ടി ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മൾ നോക്കാം. ഇനി ആക്സിലേറ്റർ എന്തായാലും കിട്ടി. ജസ്റ്റ് മിക്സാണ്. അപ്പോൾ ഇപ്പം ഫ്രണ്ടിൽ കൂടാണ് ഗൈസ് പോയത്. നമുക്കെന്തായാലും അപ്പോൾ ഇപ്പം താഴോട്ടാണോ മണ്ടയ്ക്കോട്ടാണോ പോയെന്നുള്ളത്. ഗൈസ് ഇങ്ങനെ താഴോട്ട് തന്നെയാണ് ഗൈസ് പോയത്. വലിയ കഷ്ടമായിട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ട്. കൊണ്ടുപോകുന്നു കാലമാടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഒളിച്ചിരിക്കാൻ സ്ഥലമുണ്ട്, അവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. കൊണ്ടുപോകുന്നു ഇങ്ങേർക്ക് മണ്ടയ്ക്കോട്ട് വല്ലതും പോയിക്കൂടെ, അല്ലേ വെളിയിലോട്ട് പോയിക്കൂടെ. ഞാൻ ഈ രക്ഷപ്പെടുന്ന സമയത്ത് തന്നെ ഒന്ന് നിൽക്കണം ഗൈസ്. റിസ്ക്കാ ഇതെനിക്കറിയാം. ഇല്ല നടന്നോ പോയിക്കോ ഫ്രണ്ടിലോട്ട് പോയിക്കോ ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് ഗൈസ്. ഞാൻ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഗൈസ് കണ്ട് തിരിഞ്ഞു നോക്കി ഗൈസ്. ഓടി നമുക്ക് നേരെ മണ്ടക്കത്ത് വിടാം. നോക്കിനി ആക്സിലേറ്ററൂടെ വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ എസ്കേപ്പ് നടത്താൻ പറ്റും ഇതുവഴി. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ വരുന്ന സമയത്ത് കയറി വിളിക്കാം. കാണുന്നില്ലല്ലോ. നമുക്ക് അടുത്ത് പോകാനും പറ്റത്തില്ല, കാരണം തോക്കുണ്ടെന്നേറെ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് ഇതൊക്കെ സംഭവിക്കുന്ന ഗൈസ്. എന്നെ കണ്ട് അപ്പം കയറി പിടിച്ചു ഗൈസ്. അപ്പം സെക്കൻഡ് ലാസ്റ്റ് എനിക്കാന്ന് തോന്നുന്നു, ബ്ലഡ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ നോക്കാം. ഐ തിങ്ക് സെക്കൻഡ് ലാസ്റ്റ് ആണെന്നാണ് ഗൈസ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഗൈസ് നമ്മൾ എസ്കേപ്പായി. ബട്ട് ചെറിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഗെയിം ക്രാഷായിപ്പോയി. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്ത വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് പോയി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പം അതിന് ഞാൻ സോറി പറയുന്നു, ക്ഷമ വയ്ക്കുന്നു. നമ്മുടെ ആദ്യത്തെ വീഡിയോ തന്നെ ഇങ്ങനെ ആയിപ്പോയത് ഞാൻ ക്ഷമ വയ്ക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇതിലും ബെറ്ററായിട്ടുള്ള ഇത് ഇടാമെന്നും പറയാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഇത് സപ്പോർട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും കാണാം. അപ്പം ഹെൽബോ എന്ന് വേണ്ട യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്യുന്ന വിശ്വാസത്തോടെ ഞാൻ വീഡിയോ നിർത്തുന്നു.